രാജ ഹർഷവർദ്ധൻ കാട്ടില എന്നൊരു കുന്നിൻ പ്രദേശം കാണാനാണ് ഈ വന്നിരിക്കുന്നത്. താനേസറിൽ മഹാദേവ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് ഈ സ്ഥലം. സ്കൂളിൽ നമ്മളൊക്കെ ഹർഷവർദ്ധനൻ എന്ന രാജാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. CE 7-ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന്റെ കൊട്ടാരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ആ കണ്ടെത്തിയതൊക്കെ കാണാനാണ് ഈ യാത്ര. ഹർഷവർദ്ധൻ പാർക്ക് എന്നാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. ഈ ഉദ്യാനത്തിന്റെ ഇടതുവശത്ത് ഒരു മക്ബരയാണ് സ്ഥിതി ചെയ്യുന്നത്. ശവകുടീരത്തിനാണ് മക്ബര എന്ന് പറയുന്നത്. മുഗൾ ഭരണകാലത്ത് ഷാജഹാന്റെ മകനായ ദാര ഷിക്കോവ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. ഒരു സൂഫി മതവിശ്വാസിയായിരുന്ന ഷിക്കോവ് തന്റെ സൂഫി ഗുരുവായിരുന്ന ഷെയ്ഖ് ചെലിയുടെ ശവകുടീരമായാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചത്. ഇതാണ് ആ മക്ബര. പിന്നീട് ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി അധികാരം പിടിച്ചെടുക്കുകയും ദാര ഷിക്കോവിനെ കൊന്നുകളയുകയും ചെയ്തു. അത് ചരിത്രം. മക്ബരയോട് ചേർന്ന് നേരെ മുന്നിൽ കാണുന്നത് ചില സത്രത്തിന്റെ ഭാഗങ്ങളാണ്. ധാരാളം മുറികളുള്ള ഒരു സത്രത്തിന്റെ ഭാഗം തന്നെയാണിത്. താനേസർ തലസ്ഥാനമാക്കി ഭരിച്ച പുഷ്യഭൂതി സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളാണിത്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം നാട്ടുരാജാക്കന്മാർ സ്വതന്ത്രരായി സ്വന്തം ഭൂഭാഗങ്ങൾ ഭരിക്കുന്ന സമയത്താണ് പുഷ്യഭൂതി സാമ്രാജ്യത്തിന്റെ ഉദയം ഉണ്ടാകുന്നത്. വിദേശ ആക്രമണങ്ങളെ ചെറുക്കാൻ ശക്തമായ ഒരു ഏകീകൃത ഭരണം വേണമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച പ്രഭാകരവർദ്ധനൻ എന്ന രാജാവാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചത്. CE 7-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ. പ്രഭാകരവർദ്ധനൻ ഈ താനേസറിനെ തലസ്ഥാനമാക്കിയാണ് സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹത്തിനു ശേഷം മൂത്തപുത്രനായ രാജ്യവർദ്ധനൻ ചുമതലയേറ്റു. അദ്ദേഹവും രാജ്യവിസ്തൃതിയിലും രാജ്യസംരക്ഷണത്തിലും വളരെ തൽപരനായിരുന്നു. എന്നാൽ രാജ്യഭാരമേറ്റ് അധികകാലമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എതിരാളികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 16-ാം വയസ്സിൽ ഹർഷവർദ്ധനൻ രാജ്യഭാരം ഏറ്റെടുത്തു. വളരെ വീരശൂര പരാക്രമിയായിരുന്ന അദ്ദേഹം തന്റെ സാമ്രാജ്യം ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചു. കിഴക്ക് ആസാം വരെ അദ്ദേഹത്തിന്റെ രാജ്യവിസ്തൃതി ഉണ്ടായിരുന്നു. തെക്ക് ചാലൂക്യന്മാരുമായി യുദ്ധം ചെയ്ത് സന്ധി ചെയ്തു. CE 647 വരെയാണ് ഹർഷവർദ്ധനൻ രാജ്യം ഭരിച്ചത്. ആ സമയം ധാരാളം കച്ചവട കേന്ദ്രങ്ങൾ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു. സിൽക്ക് റൂട്ടിലൂടെ ധാരാളം വിദേശ കച്ചവടക്കാരും ഇവിടെ വന്നിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹർഷവർദ്ധനൻ തന്റെ തലസ്ഥാനം താനേസറിൽ നിന്ന് കനൗജിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ താനേസർ കുരുക്ഷേത്രത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചേർന്നതായിരുന്നു. അന്ന് കച്ചവടക്കാർക്കായി നിർമ്മിച്ചതാണ് ഈ കാണുന്ന സത്രങ്ങളൊക്കെയും. ഹർഷചരിതം എന്ന പേരിൽ ഒരു രചനയും ഹർഷവർദ്ധന്റേതായുണ്ട്. ചെറിയ ചുടുകട്ടകളാലാണ് എല്ലാ നിർമ്മാണങ്ങളും. ഇതിന് പുറകുവശത്തായാണ് കൂടുതലും ഖനനങ്ങൾ നടന്നിരിക്കുന്നത്. മക്ബര ഈ സന്ദർശനത്തിന്റെ ഭാഗമല്ല. നമ്മൾ നേരെ ഹർഷവർദ്ധനന്റെ കൊട്ടാരാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഈ ബോർഡ് വെച്ചതിലൂടെയാണ് പുറകിലെ കുന്നിൻ മുകളിലേക്കുള്ള വഴി.
ഈ ചവിട്ടുപടികൾ കയറിയെത്തുന്ന പുൽമേടുകൾ നിറഞ്ഞ കുന്നിൻപുറത്തെ മണ്ണിനടിയിൽ ഒരു വലിയ കാലഘട്ടം തന്നെ ഒളിഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് സന്ദർശനം സൗജന്യമാണ്. കുശാന കാലഘട്ടത്തിലെയും ഗുപ്ത കാലഘട്ടത്തിലെയും ചില വിഗ്രഹങ്ങളും പാത്രങ്ങളും മറ്റും ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഡൽഹിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായാണ് ASI ഇവിടെ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏക്കറുകളോളം പരന്നു കിടക്കുകയാണ് ഈ കുന്നിൻ പ്രദേശം. നേരത്തെ നമ്മൾ കണ്ട സത്രത്തിന്റെ പുറകുവശമാണിത്. അപ്പുറത്ത് കാണുന്നത് ഷെയ്ഖ് ചെലിയുടെ മക്ബരയും. കുഴിച്ചെടുത്ത സ്ഥലങ്ങളിലേക്ക് കല്ലുകൾ പാകി നടവഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശകർക്ക് സൗജന്യമായി നടന്നു കാണാവുന്നതാണ്. മക്ബരയിലും മോസ്കിലും ഫീസുണ്ട്. കുഴിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ കമ്പിവേലികൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ASI ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ സൈറ്റാണിത്. പലതരത്തിലുള്ള മുറികളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. കനത്ത ഭിത്തികളുള്ള ചെറിയ മുറികൾ. ഇതൊക്കെ എന്തായിരുന്നു എന്ന് ഇന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അന്ന് കാലത്തെ ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരങ്ങളും പഠിക്കാൻ ഈ ഖനനങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചെറിയ ചുടുകട്ടകൾ കൊണ്ട് നല്ല വീതിയുള്ള ഭിത്തികളായാണ് എല്ലാതും നിർമ്മിച്ചിരിക്കുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള ചില ഭാഗങ്ങളും ഇവിടെ കാണാനുണ്ട്. കെട്ടിടത്തിന്റെ അകത്തു തന്നെ നിർമ്മിച്ച ഒരു കിണറിന്റെ അവശിഷ്ടവും കാണാനുണ്ട്. ASIയുടെ ഖനന സൈറ്റുകൾ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. അടുത്ത സൈറ്റിലേക്കാണ് ഇനി പോകുന്നത്. കൊട്ടാരക്കെട്ടുകളോടൊപ്പം തന്നെ ചില ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളും ഇതിലൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയും കമ്പിവേലികൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അല്പം വ്യത്യസ്തമായ നിർമ്മിതികളാണ് കാണപ്പെടുന്നത്. നരവംശാസ്ത്രവും ചരിത്രവുമെല്ലാം പഠിക്കുന്നവർക്ക് ഇതെല്ലാം കണ്ടാൽ മനസ്സിലാകുമായിരിക്കും.
നേരത്തേതിനെ അപേക്ഷിച്ച് ഇവിടെ നീളവും വീതിയും കൂടിയ മുറികളാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ASI ഘട്ടം ഘട്ടമായാണ് അവരുടെ ഖനന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്രയെല്ലാം കമ്പിവേലികളെല്ലാം കെട്ടി സംരക്ഷിച്ചിട്ടും സാമൂഹ്യവിരുദ്ധർ ഇവിടങ്ങളിലെല്ലാം എത്തി ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധർ ഇതിനെ ഒരു മദ്യപാന സങ്കേതമാക്കി മാറ്റിയിട്ടുണ്ട്. എത്ര ശക്തമായ രാജവംശവും കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ക്ഷയിച്ച് മറ്റൊന്നിന് കീഴ്പ്പെട്ടു പോകുന്നു. മൗര്യവംശം, ഗുപ്തവംശം, കുശാനവംശം, വർധനവംശം, മുഗളവംശം, അങ്ങനെ എത്ര പേർ ഈ മണ്ണിന്റെ ഉടമകളായിരുന്നു? ആരും ബാക്കിയില്ല. നൂറുകണക്കിന് ഏക്കർ വരുന്ന ഭാഗങ്ങൾ ഇന്നും കുറ്റിക്കാടും പുല്ലും നിറഞ്ഞതാണ്. അവിടങ്ങളിലെ ഖനനം തുടങ്ങിയിട്ടില്ല. ഈ പുൽമേടുകൾക്കപ്പുറത്ത് ജനവാസ കേന്ദ്രങ്ങളാണ്, ഗ്രാമങ്ങളാണ്. മൂന്നാമത്തെ സൈറ്റിലേക്കാണ് ഇനി പോകുന്നത്. ധാരാളം പാമ്പുകളുള്ള ഭാഗം കൂടിയാണിത്. അതിനാൽ സൂക്ഷിച്ചു വേണം എല്ലായിടത്തും സഞ്ചരിക്കാൻ. പുസ്തകത്താളുകളിൽ മാത്രം വായിച്ചറിഞ്ഞ ഹർഷവർദ്ധനന്റെ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിന്റെ കൊട്ടാരക്കെട്ടുകൾ കൺമുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആശ്ചര്യം പറഞ്ഞറിയിക്കാനാകുന്നില്ല. നേരത്തെ കണ്ടതുപോലുള്ള ഒരു കിണർ ഇവിടെയുമുണ്ട്. എല്ലായിടത്തും ചെറിയ ചുടുകട്ടകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിണറിന്റെ സ്ഥാനം രണ്ടു സ്ഥലത്തും ഒരേയിടത്തു തന്നെയാണ്. കിണറിനോട് ചേർന്ന് ചില മുറികളും ഉണ്ടായിരുന്നിരിക്കണം. എല്ലാറ്റിന്റെയും ചുമരുകൾക്ക് സാമാന്യത്തിലധികം വണ്ണമുണ്ട്. ഇവിടെ രണ്ട് കവാടങ്ങൾ കാണാം. ചവിട്ടുപടികളോടുകൂടിയ രണ്ട് കവാടങ്ങൾ. അതിനോട് ചേർന്നും വിചിത്രമായ പല നിർമ്മിതികളുമുണ്ട്. ഹസ്തിനപുരിയിലും ഹരിയാനയിലെ മറ്റു ചില സ്ഥലങ്ങളിലും പാണ്ഡവകാലത്തെ, അതായത് 5500 വർഷങ്ങൾക്ക് മുൻപുള്ള ഇത്തരം ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഖനനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവിടെ ഒരു ടാങ്കും അതിനുള്ളിൽ ഒരു ചെറിയ കിണറും. കുമ്മായം പോലുള്ള ഏതോ ഒരു വസ്തു ഉപയോഗിച്ച് ഈ ഇഷ്ടികകൾക്ക് മുകളിൽ തേച്ചിട്ടുമുണ്ട്. വെള്ളം പോകാനുള്ള ചില ചാലുകൾ ഭിത്തികൾക്ക് മുകളിൽ കാണാനുമുണ്ട്. ഇവിടെ നിന്നും പല നാണയങ്ങളും കണ്ടെടുത്തവയിൽ പെടുന്നുണ്ട്. ഇന്നും ഈ കുന്നിൻ മുകളിലെ മണ്ണിനടിയിൽ ശക്തമായ, വളരെ സമ്പൽ സമൃദ്ധമായ ഒരു രാജവംശത്തിന്റെ നിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. AD 1011 മഹ്മൂദ് ഗസനി താനേസർ ആക്രമിച്ച് പല ക്ഷേത്രങ്ങളും തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. പ്രധാന ക്ഷേത്രത്തിലെ ജുഗസോമ എന്നറിയപ്പെട്ടിരുന്ന ഓടിലുണ്ടാക്കിയ ശിവലിംഗവും 2 കിലോയോളം വരുന്ന ഒരു മാണിക്യവും ഗസ്നിയിലേക്ക് കൊണ്ടുപോയി. ഇതൊരു വലിയ കിണറിന്റെ ബാക്കിപത്രമാണ്. ASIയുടെ ഖനനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. ഭാരതത്തിന്റെ സുവർണ കാലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര വസ്തുതകൾക്കായി നന്ദി, നമസ്കാരം.